Hello, welcome back to my channel and I'm your Savagodas. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു നോക്കിയത്? വൺ സെക്കൻഡ്. യെസ്, കളക്ഷൻ ഒബ്ജക്റ്റ് ക്യൂ ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ക്യൂ, മാപ്പ്, സെറ്റ്, ലിസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. വൺ സെക്കൻഡ്. ഇനി നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അസേർഷൻ ആണ്. വൺ സെക്കൻഡ്, ഞാനൊരു ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. അസേർഷൻ എക്സ്. ഓക്കെ, ഈ അസേർഷൻ എന്ന് പറയണത് നമുക്ക് ബൂളിയൻ കണ്ടീഷൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ഡിപ്ലോയ്മെന്റ് മോഡിൽ യൂസ് ചെയ്യില്ല, ഡെവലപ്മെന്റ് മോഡിൽ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡിപ്ലോയ്മെന്റ് മോഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊജക്റ്റ് അപ്ലോഡ് ചെയ്യല്ലോ, പബ്ലിഷ് ചെയ്യല്ലോ, അതാണ് ഡിപ്ലോയ്മെന്റ് മോഡ്. ഡെവലപ്മെന്റ് മോഡ് എന്ന് വെച്ചാൽ നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ ഈ അസേർഷൻ എന്ന് പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. അസേർഷൻ ആണ് നോക്കുന്നത്. അതൊരു ഡീബഗ്ഗിംഗ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളത് ഡെവലപ്മെന്റ് മോഡിൽ ഒരിക്കലും യൂസ് ചെയ്യില്ല, ഡിപ്ലോയ്മെന്റ് മോഡിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അസേർട്ട് എന്നുള്ളൊരു കീവേഡ് ഉണ്ടായിരിക്കും, ബ്രാക്കറ്റ്, അതിനുള്ളിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താണോ അത് നമ്മൾ എഴുതും, ദെൻ കോമ, ദെൻ മെസ്സേജ് എഴുതും. ഇത് സിമിലർ ടു ഇഫ് കണ്ടീഷൻ ആണ്. ഇഫ് കണ്ടീഷനിൽ നമ്മളിപ്പം ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇഫ് പാർട്ട് എക്സിക്യൂട്ട് ആവും അല്ലേ? അതേപോലെ തന്നെയാണ്, സിമിലർ ടു ദാറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് നോയ്സ് ഒക്കെ വരുന്നുണ്ടായിരിക്കും, സോറി. ഓക്കെ ഫൈൻ. ഞാൻ ആദ്യം തന്നെ ഒരു മെയിൻ ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. വോയിഡ് മെയിൻ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞിട്ടൊരു ഏജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അസേർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കാണ് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണോ? ആണെങ്കിൽ എന്ത് ചെയ്യുക? ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ 18, അല്ലെങ്കിൽ ഇപ്പം എന്താ ഏജ് ഈസ് എന്ന് വേണ്ട, ഏജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 18 എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഞാനിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഒരു പ്രിന്റ് മെസ്സേജും കൊടുക്കുന്നുണ്ട്, വെൽക്കം ടു സൈബർ ഗോഡസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. എന്തായിരുന്നു? അൺഹാൻഡിൽ എക്സെപ്ഷൻ ഏജ് 18. ഈ ഒരു ലൈനിൽ ഒരു എക്സെപ്ഷൻ വന്നിട്ടുണ്ട്, ഫെയിൽഡ് അസേർഷൻ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ അസേർഷനിൽ കൊടുത്തു നോക്കുന്നത് കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആണ്. കാരണം എന്താ? ഇവിടെ ഏജ് 18 എന്നാണ് നമ്മൾ കൊടുത്തു നോക്കുന്നത്. ഇപ്പൊ പകരം ഞാൻ ഇവിടെ ഏജ് 19 എന്ന് കൊടുത്താലോ ഈ എറർ മാറി കിട്ടും. ഓക്കെ, അപ്പൊ ഇത് പ്രിന്റ് ആയി. കാരണം ഇവിടെ അസേർഷനിൽ കൊടുത്തോക്കുന്ന കണ്ടീഷൻ അവിടെ ഫോൾസ് ആയി പോയി. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് വന്നത്? എറർ വന്നത്. അപ്പൊ അസേർഷന്റെ ആ ലൈൻ കറക്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈൻ ഒന്നും എക്സിക്യൂട്ട് ആവില്ല, ഉടനെ തന്നെ ആ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പൊക്കോളും. ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. ഇത് ജസ്റ്റ് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ടേഴ്സ് ഒക്കെ പഠിച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ കൺസ്ട്രക്ടർ പഠിച്ചതാണ്. അത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കൺസ്ട്രക്ടർ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ടർ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ക്ലാസ്സിലാണ്. ക്ലാസ് ഉണ്ടെങ്കിൽ കൺസ്ട്രക്ടർ അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ച സെറ്റ്, മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പഠിച്ചോളൂ. അത് ഓരോന്ന് എന്താണ്? ഓരോരോ കൺസ്ട്രക്ടേഴ്സ് ആണ്. കൺസ്ട്രക്ടറിനെ എന്നൊരു 1 സെക്കൻഡ്. കൺസ്ട്രക്ടർ ഇതിന് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കൺസ്ട്രക്ടറും ഒരു ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കൺസ്ട്രക്ടർക്ക് ക്ലാസിന്റെ അതേ പേര് തന്നെയായിരിക്കും. ഞാൻ ടൈപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മാറിപ്പോവും, നോക്കണ്ട. ഫംഗ്ഷൻ ഹൂസ് നെയിം ഈസ് സെയിം ആസ് ദി ക്ലാസ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പും ഉണ്ടാവില്ല. നമ്മൾ ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ അതിന് റിട്ടേൺ ടൈപ്പും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ക്ലാസിന്റെ അതേ പേര് തന്നെയായിരിക്കും ഇതിനുണ്ടായിരിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് സൈബർ ഗോഡസ് CG എന്നിടാം. ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനുള്ളിൽ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. CG എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ CG എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിന്റെ അതേ പേര് തന്നെയാണല്ലോ. അപ്പൊ ഇതെന്താണ്? ഇതൊരു കൺസ്ട്രക്ടർ ആണ്. ക്ലാസിന്റെ അതേ പേരുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയണത്. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് എന്നും കൂടി പറയാം ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. നമ്മൾ ഡീഫോൾട്ട് ഫംഗ്ഷൻ എന്നൊക്കെ പഠിച്ചല്ലോ, അതേപോലെ തന്നെ ഇതെന്താണ്? ദിസ് ഈസ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. പേരല്ലേ?
ഓക്കെ ഫൈൻ. ഇനി നമ്മൾ പിന്നെ ഫംഗ്ഷനിൽ ഡീഫോൾട്ട് ഫംഗ്ഷൻ അതേപോലെ തന്നെ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ പഠിച്ചു. ഇതിലും അതെന്താണ് പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ ഉണ്ട്. സ്പെല്ലിംഗ് നോക്കണ്ട കേട്ടോ. പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ അല്ല, സോറി, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഉണ്ട്. കൺസ്ട്രക്ടർ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സി ജി ഞാൻ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുന്നു ഇൻറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് നോക്കി നോക്കിയേ. ദ അൺനെയിംഡ് കൺസ്ട്രക്ടർ ഇസ് ഓൾറെഡി ഡിഫൈൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു കൺസ്ട്രക്ടർ സെയിം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസ്ട്രക്ടർ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനും അതേപോലെ തന്നെ ഇതിന് 1 സെക്കൻഡ് ഞാൻ അത് കോപ്പി ചെയ്യാം. ഇതിനെ അൺനെയിംഡ് കൺസ്ട്രക്ടർ എന്ന് കൂടി പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരൊറ്റ അൺനെയിംഡ് കൺസ്ട്രക്ടർ മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പോസിബിൾ ആവില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഈ പാരാമീറ്ററൈസ്ഡ് കൊടുക്കണം, അതല്ലെങ്കിൽ ഇത് കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെന്താണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടറും അതേപോലത്തെ അൺനെയിംഡ് കൺസ്ട്രക്ടറും ആണത്. അപ്പോൾ എന്തായിരിക്കും നെയിംഡ് കൺസ്ട്രക്ടർ? അപ്പം അങ്ങനെയാകുമ്പോൾ സി ജി ഡോട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പേര് നമുക്ക് അവിടെ കൊടുക്കാം കൺസ്ട്രക്ടർക്ക്. അതൊരു സ്ട്രിങ് ആയാൽ മതി. 1 2 3 എന്നോ ABC എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എറർ ഒന്നും വന്നില്ല. പ്രിന്റ് ദിസ് ഈസ് നെയിംഡ് കൺസ്ട്രക്ടർ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നെയിംഡ് കൺസ്ട്രക്ടർ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഈ കൺസ്ട്രക്ടറിന്റെ പേര് എന്താണ്? എ. സി ജി എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ ആണ്. അതിന്റെ നെയിം കൊടുത്തോക്കുന്നത് നമ്മൾ എ എന്നാണ് കൊടുത്തോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും നെയിംഡ് കൺസ്ട്രക്ടർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പ്രിന്റ് ദിസ് ഈസ് നെയിംഡ് കൺസ്ട്രക്ടർ ബി. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷനിൽ എത്ര വേണമെങ്കിലും നെയിംഡ് കൺസ്ട്രക്ടർ വരാം, പക്ഷെ ഒരൊറ്റ അൺനെയിംഡ് കൺസ്ട്രക്ടർ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. അതേപോലെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സി ജി ഡോട്ട് ഞാനിപ്പോൾ വേറൊരു നെയിംഡ് കൺസ്ട്രക്ടർ കൊടുക്കുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് പാരാമീറ്റർ കൊടുക്കാം, ഇൻറ്റ് ഏജ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നെയിംഡ് കൺസ്ട്രക്ടർ വിത്ത് പാരാമീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്താണ് കൺസ്ട്രക്ടർ വരുമ്പോൾ നെയിംഡും ഉണ്ട് അൺനെയിംഡും ഉണ്ട് ഡീഫോൾട്ടും ഉണ്ട്. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഓൾറെഡി അൺനെയിംഡ് കൺസ്ട്രക്ടറാണ്. പിന്നെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ഡീഫോൾട്ടും പാരാമീറ്ററൈസ്ഡും ഒരുമിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇതും ഒരൊറ്റ പ്രോഗ്രാമിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. ഒന്നെങ്കിൽ ഇത് മാത്രം കൊടുക്കാം, ഇതിനെ നമുക്ക് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ അവിടെ എറർ പോയി കണ്ടോ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഡീഫോൾട്ട് അല്ലെങ്കിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരൊറ്റ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല നമുക്ക് പാരാമീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ നെയിംഡ് കൺസ്ട്രക്ടർ ആക്കിയിട്ട് ആ പാരാമീറ്റർ പാസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. പിന്നെ ഇപ്പൊ ഞാനിവിടെ എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നെയിം കൊടുത്തു, ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. എനിക്കിപ്പോൾ എ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ അത് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഫംഗ്ഷനും കൺസ്ട്രക്ടറും വേറെ വേറെയാണ്. ഇവിടെ കൺസ്ട്രക്ടർ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താ സി ജി ഡോട്ട് എ എന്ന് കൊടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ക്ലാസ് നെയിം ഡോട്ട് എ എന്ന് പറഞ്ഞിട്ട് കൊടുത്തോക്കുന്നത്. പക്ഷെ ഇതെന്താണ്? ഇത് ജസ്റ്റ് നോർമൽ ഫംഗ്ഷൻ ആണ്. ദിസ് ഈസ് ഫംഗ്ഷൻ എ. ക്ലിയർ അല്ലേ? അപ്പൊ കൺസ്ട്രക്ടറും ഫംഗ്ഷനും അതേപോലെ പല ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടറും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി നമുക്ക് എങ്ങനെ ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാം? ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു വോയിഡ് മെയിൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെന്താ var obj ഈക്വൽ ടു സി ജി എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ അൺനെയിംഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ കൺസ്ട്രക്ടർക്കും നമ്മൾ ഓരോരോ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. var obj1 ഈക്വൽ ടു സി ജി ഡോട്ട് എ, var obj2 ഈക്വൽ ടു സി ജി ഡോട്ട് ബി. കണ്ടോ? ഓരോന്നിനും പുതിയ പുതിയ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കോൾ ചെയ്യാനായിട്ട്. സി ജി ഡോട്ട് സി ഏജ് ഞാനിപ്പോൾ ഇവിടെ 50 എന്ന് കൊടുക്കണം. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. ഇതൊക്കെ പ്രിന്റ് ആയിട്ട് വന്നു. ക്ലിയർ ആയോ? ഓക്കെ,
അപ്പോൾ നമ്മളിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ എന്താ ലിസ്റ്റ് ഡോട്ട് ഫ്രം, അതേപോലെ ലിസ്റ്റ് ഡോട്ട് ഓഫ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ എന്താണ്, ഒരു നെയിംഡ് കൺസ്ട്രക്ടർ ആണ്. അതേപോലെ തന്നെയല്ലേ നമ്മൾ ഇവിടെയും കോൾ ചെയ്ത് നോക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ അസേർഷൻ എന്താണ്, കൺസ്ട്രക്ടർ എന്താണ്, എങ്ങനെയാണ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുക, പല ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ എങ്ങനെയാണ്, ഫംഗ്ഷനും കൺസ്ട്രക്ടർ എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കൺസ്ട്രക്ടറെ കുറിച്ചും അസേർഷനെ കുറിച്ചിട്ടും dart.dev എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.